ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അൽ ഉസൂലു സലാസ, 3 അടിസ്ഥാന തത്വങ്ങൾ. ഖബറിലെ 3 ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി ഉണ്ടാക്കുന്ന വിജ്ഞാനങ്ങളാണിത്. ഖബറിലെ 3 ചോദ്യങ്ങൾ: മൻ റബ്ബുക, നിൻ്റെ റബ്ബ് ആരാണ്? മാ ദീനുക, നിൻ്റെ ദീനെന്താണ്? മൻ നബിയുക, നിൻ്റെ നബി ആരാണ്? എന്ന് ഈ 3 ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ നമുക്ക് അള്ളാഹുവിനെക്കുറിച്ചും ശരിയായ വിശ്വാസം വേണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള ശരിയായ വിജ്ഞാനം വേണം. ഇസ്ലാമിനെക്കുറിച്ച് ശരിയായ വിജ്ഞാനം വേണം. അതില്ലെങ്കിൽ വിശ്വാസത്തിൽ തെറ്റ് സംഭവിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് തെറ്റായ ധാരണ ഉണ്ടായാൽ, ഇസ്ലാമിനെക്കുറിച്ച് അള്ളാഹു പഠിപ്പിച്ചതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മൾ ഈ വിജ്ഞാനം, ഈ ഗ്രന്ഥം നമ്മൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദർസിൽ അൽഹംദുലില്ലാഹ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനകൾ പഠിച്ചു. അത് നമ്മൾ മനഃപ്പാഠമാക്കണം. അത് നമ്മൾ ശരിക്കും അറിയണം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം നമ്മളിപ്പോൾ ഇസ്ലാമിൻ്റെ സ്തംഭങ്ങൾ, തൂണുകൾ, അതിലെ ആദ്യത്തെ തൂണ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന തൂണിൻ്റെ ആദ്യത്തെ ഭാഗം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞു. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അതൊക്കെ ശരിക്കും നമ്മൾ ഒന്നും കൂടി ആവർത്തിച്ച് പഠിച്ച് മനസ്സിലാക്കണം. ഇനി നമ്മൾ ആദ്യത്തെ തൂണിൻ്റെ 2ാമത്തെ ഭാഗം പഠിക്കാൻ പോവുകയാണ്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം വഹിക്കലാണത്. വദലീലു ഷഹാദത്തി അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി ഖൗലുഹു ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ തെളിവാണ് അള്ളാഹു പറഞ്ഞത്, തീർച്ചയായും നിങ്ങളിലേക്കൊരു ദൂതൻ വന്നിട്ടുണ്ട്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ദൂതൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ദുസ്സഹമാണ് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും സംഭവിച്ചാൽ. അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെക്കുറിച്ച് അത്യാഗ്രഹമുള്ളവരാണ്. എന്തിനാണ് അത്യാഗ്രഹമുള്ളത്? നിങ്ങൾക്ക് മാർഗദർശനം ലഭിക്കണം. നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ, അങ്ങനെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ. സത്യവിശ്വാസികൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ദയയും കരുണയും ഉള്ളവനാണ്. ഇത് സൂറത്ത് തൗബ 9-ാം അധ്യായം 128-ാം വചനമാണ്. അപ്പോൾ നമുക്കറിയാം, ഇതിൻ്റെ വിശദീകരണം ഷെയ്ഖ് ഫൗസാൻ അൽ ഫൗസാൻ ഹഫിദഹുല്ലയുടേതാണ്. അദ്ദേഹം ഇതിനെ വിശദീകരിച്ച് പറയുന്നു, ആദ്യത്തെ സ്തംഭം, തൂണ് ഇസ്ലാമിൻ്റെത്, അതിന് 2 ഭാഗങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗമാണ് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ വേറൊരു ഇലാഹുമില്ല, ദൈവവുമില്ല എന്ന സാക്ഷ്യം പറയൽ. 2ാമത്തെ ഭാഗമാണ് മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം വഹിക്കൽ. ഇത് ഒരു തൂണാണ്. അതിന് 2 ഭാഗം. ആദ്യത്തെ ഭാഗം ആരാധനയാണ്. ആരാധനക്കർഹൻ അള്ളാഹു മാത്രമെന്ന ഇഖ്ലാസാണ് അതിൻ്റെ അർത്ഥം. ആ ആരാധന അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുക. ആരെയും കാണിക്കാനോ ലോകമാന്യതക്കോ പ്രശസ്തിയോ ഒന്നുമല്ല, അള്ളാഹുവിന് വേണ്ടി മാത്രം. 2ാമത്തെ ഭാഗമാണ് അത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൊണ്ടുവന്നോ അത് ഒരു മാറ്റവും വരുത്താതെ, കൂട്ടാതെ, കുറക്കാതെ അതേ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. അപ്പോൾ അതിനുള്ള തെളിവാണ്, ഈ സാക്ഷ്യത്തിനുള്ള തെളിവാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഭാഗം ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നുള്ള സാക്ഷ്യത്തിനുള്ള തെളിവാണ് നമ്മളിപ്പം ഓതിയ ആയത്ത്, സൂറത്ത് തൗബയിലെ 128. തീർച്ചയായും നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ദൂതൻ വന്നിരിക്കുന്നു, അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നു, നിങ്ങൾക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കുന്നത്. അദ്ദേഹം നിങ്ങളെക്കുറിച്ച് അത്യാഗ്രഹമുള്ളവനാണ്. അദ്ദേഹം സത്യവിശ്വാസികൾക്ക് ദയയും കരുണയുമുള്ളവനാണ്. അപ്പോൾ എന്താ തെളിവുകൾ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നതിനെക്കുറിച്ച് ധാരാളം തെളിവുകൾ ഖുർആനിലും സുന്നത്തിലുമുണ്ട്. അതിന് പുറമെ മുഅ്ജിസത്തുകളുണ്ട്, അത്ഭുതകരമായ കർമ്മങ്ങളുണ്ട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ തെളിവിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതിലൊന്നാണ് നമ്മൾ ഇപ്പം വായിച്ച വചനം, സൂറത്ത് തൗബയിലെ 128. ഇത് സാക്ഷ്യമാണ് അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെക്കുറിച്ചും. പിന്നെ ഈ വചനത്തിൽ തന്നെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങളെക്കുറിച്ചും അള്ളാഹു വ്യക്തമാക്കി. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ലഖദ് ജാഅക്കും, തീർച്ചയായും നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ഇതിലെ ലഖദ് ജാഅക്കുമുൽ ലാം, അത് സത്യത്തിൻ്റെ ലാമാണ്. അത് ആ സത്യം ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നു. അതൊരു ഒളിഞ്ഞു കിടക്കുന്നതിൻ്റെ സത്യത്തിൻ്റെ ലാമാണ്. അതിൽ ഒളിഞ്ഞു കിടക്കുന്നതാണ് വല്ലാഹി നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞത്? ഖദ്. ഈ ഖദ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഉറപ്പിക്കലാണ്. മനസ്സിലായോ? ഉറപ്പിക്കുന്ന തഅക്കീദിൻ്റെ ഹർഫാണ് ഖദ്. പിന്നെ അള്ളാഹു പറഞ്ഞു ജാഅക്കും, നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതിനകത്ത് എന്താ? മുഴുവൻ മനുഷ്യർക്കും. ഇത് മുഴുവൻ മനുഷ്യർക്കും ജിന്നുകൾക്കും ഉള്ളതാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം നൽകിയത്. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ അള്ളാഹു പറഞ്ഞു റസൂലുൻ, ഒരു ദൂതൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അള്ളാഹു നിയമങ്ങളുടെ ശരീഅത്തിൻ്റെ വഹിയിറക്കിയത്. അദ്ദേഹത്തോടത് പ്രബോധനം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ദൂതൻ എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം അള്ളാഹുവിൻ്റെ ഈ വഹി അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. മിൻ അംഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെ. അതിനർത്ഥം മനുഷ്യവർഗത്തിൽ നിന്ന്. അദ്ദേഹം ഒരു മലക്കല്ല. ഇത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്. അള്ളാഹു മനുഷ്യരെ ദൂതന്മാരയക്കുന്നു, അവരിൽ നിന്ന് തന്നെ. അതുകൊണ്ടാണ് എന്നാലല്ലേ എന്താണ് വ്യക്തമാക്കാൻ പറ്റുള്ളൂ, അവരോട് സംസാരിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യവർഗത്തിൽ നിന്ന് തന്നെ ദൂതന്മാരെ അള്ളാഹു അയക്കുന്നത്. അള്ളാഹു ഒരു മലക്കിനെ ആയിരുന്നു അയച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പരസ്പരം സംസാരിക്കും? കാരണം മലക്ക് മനുഷ്യവർഗത്തിൽപ്പെട്ടതല്ലല്ലോ. പിന്നെ മലക്കിനെ കാണാൻ സാധിക്കൂലല്ലോ. കാരണം മലക്കിൻ്റെ വർഗത്തിൽ നിന്നാണല്ലോ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അള്ളാഹു ജനങ്ങളിലേക്ക് അവരുടെ വർഗത്തിൽ നിന്ന് തന്നെ, അവരിൽ നിന്ന് തന്നെ ദൂതന്മാരെ അയക്കുന്നു. അങ്ങനെ അവൻ ദൂതനെ അയച്ചത് അറബികളിൽ നിന്നാണ്. അതിൽ ഏറ്റവും ആദരിക്കപ്പെട്ട കുടുംബങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ പരമ്പര വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരമ്പര വരുന്നത് ബനൂ ഹാഷിമിൽ നിന്ന്, അത് ഖുറൈശിൽ നിന്നാണ്. ഇതൊക്കെ ആദരിക്കപ്പെട്ട പരമ്പരകളാണ്. ഖുറൈശ് ഏറ്റവും ആദരിക്കപ്പെട്ട
അറബി പരമ്പരയിൽ നിന്നാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ലതിൽ നല്ലതാണ്. അവർക്ക് അദ്ദേഹത്തെ അറിയാം, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ അറിയാം, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തെയും അദ്ദേഹത്തിൻ്റെ ഗോത്രത്തെയും അദ്ദേഹത്തിൻ്റെ നാടിനെയും അറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെ അറിഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെ അദ്ദേഹത്തിൽ വിശ്വസിക്കും? അദ്ദേഹം മറ്റൊരു ഭാഷയായിരുന്നു സംസാരിച്ചിരുന്നെങ്കിൽ എങ്ങനെ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം എന്താണെന്ന് പറയുന്നത്? എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും. അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാൽ. അപ്പോൾ അള്ളാഹു പറഞ്ഞു അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നു, അതിനർത്ഥം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു നിങ്ങൾക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കുന്നത് മാ അനിത്തും, അതിനർത്ഥം നിങ്ങളുടെ മേൽ ബുദ്ധിമുട്ടുണ്ടായാൽ. അപ്പോൾ അൽ അനിത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, പ്രയാസം. അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബുദ്ധിമുട്ടുണ്ട് മുസ്ലിം സമൂഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാൽ. അദ്ദേഹത്തിന് നിങ്ങളുടെ മേൽ യാതൊരു ബുദ്ധിമുട്ടും വേണ്ട. അദ്ദേഹം ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പമാണ്, പ്രയാസമില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് അദ്ദേഹം കൊണ്ടുവന്ന നിയമം അത് സഹനത്തിൻ്റേതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഇസ്തു ബിൽ ഹനീഫിയത്തി സംഹതി. എന്നെ അയച്ചത് സഹനത്തിൻ്റെ ഹനഫിയയിലാണ്. ഹനഫിയ എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസം, തൗഹീദ്. ശിർക്കിൽ നിന്നകന്ന് തൗഹീദിലുള്ളതാണ് ഹനഫിയ. അള്ളാഹു പറഞ്ഞു, മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ. അള്ളാഹു നിങ്ങൾക്ക് മതത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഇത് സൂറത്ത് ഹജ്ജിലെ 22-ാം അധ്യായം 72-ാം വചനാണ്. അള്ളാഹു പറഞ്ഞു, മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജിൻ. അള്ളാഹു നിങ്ങളുടെ മേൽ യാതൊരു ബുദ്ധിമുട്ടും വെച്ചിട്ടില്ല. ഇത് സൂറത്ത് മാഇദയിലെ 5-ാം അധ്യായം 6-ാം വചനാണ്. അതുകൊണ്ട് ഈ ശരീഅത്ത് അത് എളുപ്പമാണ്, അത് ജനങ്ങളുടെ കഴിവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കത് നടപ്പിലാക്കാൻ പറ്റും. അവർക്ക് ഇതിനെക്കൊണ്ട് ഒരു ഭാരവും ഉണ്ടാവില്ല. അവരോട് അവരുടെ കഴിവിൻ്റെ അപ്പുറമൊന്നും ഈ ശരീഅത്ത് ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നു ജനങ്ങൾക്ക് എളുപ്പമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ട് വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എളുപ്പമുള്ളതാണ് തിരഞ്ഞെടുക്കാറുള്ളത്. അതിൽ പാപമില്ലാത്തിടത്തോളം അദ്ദേഹം ഇഷ്ടപ്പെടുന്നു ഒരു കർമ്മം, പക്ഷേ അത് ഉപേക്ഷിക്കുന്നു ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട്. അദ്ദേഹം ഒരു കർമ്മം ഉപേക്ഷിക്കും, അത് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ട്. എന്നാൽ അത് ഉമ്മത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ അദ്ദേഹം ഉപേക്ഷിക്കും. അദ്ദേഹം സന്തോഷവാനാണ്. ഈ മുസ്ലിം സമൂഹം സന്തോഷമായാൽ അദ്ദേഹം ആഹ്ലാദിക്കും, മുസ്ലിം സമൂഹം ആഹ്ലാദിക്കുമ്പോൾ. അതുകൊണ്ട് ഈ രീതിയിലുള്ള സ്വഭാവ ഗുണങ്ങളുള്ള ഒരു വ്യക്തിക്ക് ഒരു സംശയമില്ല, അദ്ദേഹം നന്മയും കരുണയും മാത്രമേ കൊണ്ടുവരികയുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ മേൽ അത്യാഗ്രഹമുള്ളതാണ്. അതിനർത്ഥം നിങ്ങൾക്ക് മാർഗദർശനം നൽകാനും നിങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും. അതുകൊണ്ട് അദ്ദേഹം എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചു ജനങ്ങളെ ഇതിലേക്ക് ക്ഷണിക്കാൻ, അവർക്ക് വേണ്ടി മാർഗദർശനം തേടാൻ, അവർക്ക് ഇരുട്ടിൽ നിന്ന് ഇരുട്ട് നീക്കി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ. എത്രത്തോളം എന്നാൽ അള്ളാഹു പറഞ്ഞു, ലഅല്ലക ബാഖിയുൻ നഫ്സക
അല്ലാ യകൂനു മുഅ്മിനീൻ. നീ ആയേക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയേക്കാം നിന്നെ തന്നെ കൊന്നുകളയണമെന്ന് നീ ആഗ്രഹിച്ചേക്കാം. ദുഃഖം കൊണ്ട് അവർ വിശ്വാസികൾ ആകുന്നില്ല എന്നതുകൊണ്ട്, നിൻ്റെ സന്ദേശം സ്വീകരിക്കുന്നില്ല എന്നതുകൊണ്ട്. ഇത് സൂറത്ത് അശ്ശുആറയിലെ 26-ാം അധ്യായം 3-ാം വചനമാണ്. ഇതിനർത്ഥം നീ നിന്നെ തന്നെ നശിപ്പിച്ചു കളഞ്ഞേക്കാം അവർ വിശ്വസിക്കാത്തത് കൊണ്ട്, നിനക്ക് അവരോടുള്ള ദുഃഖം കാരണം. എന്നാൽ നീ ദുഃഖിക്കണ്ട, നീ വിഷമിക്കണ്ട അവരെക്കുറിച്ച്. ഇത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയുടെ പൂർണ്ണതയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, സത്യവിശ്വാസികൾക്ക് അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം ദയയും കരുണയുമുള്ളവരാണ്. റഊഫുൻ റഹീമുൻ ബിൽ മുഅ്മിനീൻ. റഊഫ് എന്ന് പറഞ്ഞാൽ ദയയുള്ളവനാണ്, റഹീം എന്ന് പറഞ്ഞാൽ കാരുണ്യമുള്ളവനാണ്. അപ്പോൾ അതിനർത്ഥം അദ്ദേഹം ദുഷ്ടനല്ല, ആരോടും ക്രൂരത കാണിക്കുന്ന ഒരു വ്യക്തിയല്ല. ഫീമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫള്ളൻ ഗലീദൽ ഖൽബി ലാ നഫല്ലു മിൻ ഹൗലിക. അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ നീ അവരോട് ദയയുള്ളവനാണ്. നീ എങ്ങാനും അവരോട് പരുഷഹൃദയനും കടുത്തവനുമായിരുന്നെങ്കിൽ അവരെല്ലാം നിന്നിൽ നിന്ന് വിട്ടുപോകുമായിരുന്നു. ഇത് സൂറത്ത് ആലി ഇമ്രാനിലെ 3-ാം അധ്യായം 159-ാം വചനമാണ്. അപ്പോൾ നമ്മളിവിടെ ആ രണ്ടാമത്തെ ഭാഗം വായിക്കുകയാണ്. ഷഹാദത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ ഖുർആനിൻ്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം വിനയാന്വിതനായിരുന്നു. സത്യവിശ്വാസികളോട് വളരെ നല്ല രീതിയിൽ പെരുമാറിയവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിറക് അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കും. അവരോടെപ്പോഴും സ്നേഹത്തോടെയും നന്മയിലുമായിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ചില ഗുണങ്ങളാണ്. അള്ളാഹു 5 ഗുണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സൂചിപ്പിച്ചത് ഈ ആയത്തിൽ. 1, നിങ്ങളിൽ നിന്നാണ് അദ്ദേഹം. 2, നിങ്ങൾക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാൽ അദ്ദേഹത്തിന് ഭയങ്കര പ്രയാസമാണ്. 3, നിങ്ങളെക്കുറിച്ച് അത്യാഗ്രഹമുള്ളവനാണ്. 4, സത്യവിശ്വാസികളോട് ദയയുള്ളവനാണ്. 5, അവരോട് കരുണയുള്ളവരാണ്. ഈ 5 ഗുണങ്ങൾ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളത്. ഈ വചനത്തിൽ പറഞ്ഞത്, പ്രത്യേകിച്ച് പറഞ്ഞത് സത്യവിശ്വാസികളോട് ദയയും കരുണയുമുള്ളവനാണ്. കാരണം അദ്ദേഹം സത്യനിഷേധികളോട് കടുത്തതായിരുന്നു. അദ്ദേഹത്തിന് കോപം വരും അള്ളാഹു കോപിച്ചാൽ. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹൻ നബിയു ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീന വഗ്ലുദ് അലൈഹിം വമഅവാഹും ജഹന്നമു വബീസൽ മസീർ. അല്ലയോ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർക്കെതിരെ കഠിനമായി പ്രയത്നിക്കുക. ആർക്കെതിരെ? സത്യനിഷേധികൾക്കെതിരെയും മുനാഫിക്കുകൾക്കെതിരെയും കപടവിശ്വാസികൾക്കെതിരെയും അവരോട് കടുത്തതാകുക. അവരുടെ സങ്കേതം നരകമാണ്. അതാണ് ഏറ്റവും മോശമായ സ്ഥലം. ഇത് സൂറത്ത് അത്തഹരീമിലെ 66-ാം അധ്യായം 9-ാം വചനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുണയും ദയയും പ്രത്യേകിച്ച് സത്യവിശ്വാസികൾക്കാണ്. ഇതുപോലെ തന്നെയാണ് സത്യവിശ്വാസികൾ പരസ്പരം തമ്മിലും. അള്ളാഹു പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലസീന മഅഹു അഷിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ്.
അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ സഹാബാക്കൾ റളിയല്ലാഹു അൻഹു അവർ സത്യനിഷേധികളോട് കടുത്തതും പരസ്പരം അഥവാ സത്യവിശ്വാസികൾ തമ്മിൽ അവർ പരസ്പരം കരുണയുള്ളവരുമാണ്. ഇത് സൂറത്തുൽ ഫത്ഹിൽ 48-ാം അധ്യായം 29-ാം വചനമാണ്. അപ്പോൾ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണങ്ങൾ, സ്വഭാവ ഗുണങ്ങൾ. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.